യൂണിറ്റ് 3 നമുക്ക് പഠിക്കാനുള്ളത് ഫാർമക്കോളജി ഓഫ് കോമൺലി യൂസ്ഡ് ആൻറ്റിസെപ്റ്റിക്സ്, ഡിസിൻഫെക്റ്റൻസ് ആൻഡ് ഇൻസെക്ടിസൈഡ്സ്. ഇത്രയും ടോപ്പിക്സുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിഫറൻഷ്യേറ്റ് ബിറ്റ്വീൻ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻ എന്നാണ് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നുള്ളതാണ് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ ഫസ്റ്റ് ടോപ്പിക്, ദാറ്റ് ഈസ് ഡിസിൻഫെക്റ്റൻ ആൻഡ് ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ നിങ്ങൾ മൈക്രോബയോളജിയിൽ ഓൾറെഡി ഡിസിൻഫെക്റ്റൻറ്റും ആൻറ്റിസെപ്റ്റിക്സും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് വരുന്നത് ഫാർമക്കോളജിക്കൽ ആസ്പെക്ട്സ് ഓഫ് ആൻറ്റിസെപ്റ്റിക്സ് ആൻഡ് ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ പഠിക്കേണ്ടത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ആൻറ്റിസെപ്റ്റിക്കും എന്താണ് ഡിസിൻഫെക്റ്റൻറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടും മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസസുകൾ അല്ലെങ്കിൽ ഏജൻസുകളാണ് ആൻറ്റിസെപ്റ്റിക്സ് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഡിഫറൻസ് എന്താണ് എന്നുള്ളത് ചോദിച്ചാൽ, ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ലിവിങ് സർഫസിലാണ്, ടിഷ്യൂ, മൗത്ത് ഇങ്ങനെയുള്ള സ്ഥലത്തുള്ള മൈക്രോബിയൽ കണ്ടാമിനേഷനെ ഇൻഹിബിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കില്ല് ചെയ്യാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്ന സമയത്ത് അത് ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് ഇൻസ്ട്രുമെൻറ്റ്സ്, പ്രൈവിസസ് അല്ലെങ്കിൽ വാട്ടർ സപ്ലൈ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡിസിൻഫെക്റ്റൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ലിവിങ് ടിഷ്യൂ അല്ലാത്ത സ്ഥലത്ത് യൂസ് ചെയ്യുന്ന ഏജൻസുകളാണ് ഡിസിൻഫെക്റ്റൻസ് എന്ന് പറയുന്നത്. ലിവിങ് ടിഷ്യൂസ് ഉള്ള സർഫസിൻ്റെ മുകളിൽ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ സാധാരണഗതിയിൽ ഈ പറയുന്ന ആക്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ഗ്രോത്തിനെ കില്ല് ചെയ്യുന്നതാണോ എന്ന് തീരുമാനിക്കുന്നത് യൂഷ്വലി കോൺസെൻട്രേഷനാണ്. ഒരു സാധനം കൂടുതൽ കോൺസെൻട്രേഷനിൽ കൊടുക്കുന്ന സമയത്ത് അത് ബാക്ടീരിയോസിഡൽ ആക്ഷൻ അല്ലെങ്കിൽ എന്താണോ ഓർഗാനിസം, ആ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി അതിന് വരും. പക്ഷേ അത് ആൻറ്റിസെപ്റ്റിക് ആവുന്ന സമയത്ത് ടിഷ്യൂ ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ യൂസ്, അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ തീരുമാനിക്കുക. ഓക്കെ, നൗ ജെർമിസൈഡ് എന്ന് പറയുന്ന ഒരു ടേം ഈ രണ്ടിനെയും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണ്. ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റിനും ഒരുമിച്ച് യൂസ് ചെയ്യുന്ന ഒരു പേരാണ് ജെർമിസൈഡ്സ് എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസത്തിനെയും എല്ലാ ജേംസിനെയും കില്ല് ചെയ്യുന്നത് എന്നുള്ള വേർഡിൻ്റെ ഒരു മീനിങ്ങിൻ്റെ പേരിൽ നമ്മൾ എടുക്കുന്നതാണ് ജെർമിസൈഡ്സ് എന്ന് പറയുന്നത്. നൗ എന്തൊക്കെയാണ് ഡിഫറൻസ് എന്നുള്ളതാണ് ആൻറ്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റൻറ്റും തമ്മിലുള്ള ഡിഫറൻസസുകൾ. ഫസ്റ്റ് വൺ, ആൻറ്റിസെപ്റ്റിക് യൂസ്ഡ് ഇൻ ഹ്യൂമൻ ആൻഡ് അനിമൽസ്. ഡിസിൻഫെക്റ്റൻറ്റ് നോൺ ലിവിങ് ലൈക്ക് ഫർണിച്ചർ, ഹൗസ് ഹോൾഡ്, നമ്മളെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ, ഇങ്ങനെയുള്ള ഹോസ്പിറ്റലിലെ ഫ്ലോർ ക്ലീൻ ചെയ്യാൻ, ഹോസ്പിറ്റലിലെ ഇൻസ്ട്രുമെൻസുകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, നോ ആൻറ്റിസെപ്റ്റിക് നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളെപ്പോൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് സാനിറ്റൈസർ ആയാൽ അതൊക്കെ നമ്മൾ ഹെൽത്ത് കെയറുമായിട്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായിരുന്നു സ്ഥിരമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ നമ്മൾ സാനിറ്റൈസേഴ്സുകൾ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആൻറ്റിസെപ്റ്റിക്സ് പൊതുവേ ഇതുപോലെയുള്ള സെൻറ്റേഴ്സിലാണ് യൂസ് ചെയ്യാറുള്ളത്. ഡിസിൻഫെക്റ്റൻറ്റ് സാധാരണ നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനമാണ്. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഡിസിൻഫെക്റ്റൻറ്റിൽ വരുന്നതാണ്. ഓക്കെ, നൗ ആൻറ്റിസെപ്റ്റിക്സ് സാധാരണഗതിയിൽ വൂണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, സർജിക്കൽ സൈറ്റ്സുകൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തിനാണ് ക്ലീൻ ചെയ്യുന്നത്? ഫർദർ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നോൺ ലിവിങ് ടിഷ്യൂസിൻ്റെ മുകളിൽ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിസിൻഫെക്റ്റൻറ്റ് യൂസ് ചെയ്യാറുള്ളത്. ആൻറ്റിസെപ്റ്റിക്സുകൾ മൗത്ത് വാഷ്, കോൾഡ് സോസ്, ഈസ്റ്റ് ഇൻഫെക്ഷൻസുകൾ ഇങ്ങനെയുള്ള സംഗതികൾക്കൊക്കെ എതിരെയാണ് കൊടുക്കാറുള്ളത്. മൗത്ത് വാഷ് വൺ ഓഫ് ദി ആൻറ്റിസെപ്റ്റിക്. അപ്പം ഇനി ആൻറ്റിസെപ്റ്റിക്കിന് എക്സാമ്പിൾസുകൾ ചോദിക്കുന്ന സമയത്ത് മനസ്സിലാക്കാം, നമ്മൾ ഡയറക്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹ്യൂമൻ യൂസ് ചെയ്യുന്ന ഏജൻസിനെയാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. നൗ നമ്മൾ ഹൗസ് ഹോൾഡ് അല്ലെങ്കിൽ പബ്ലിക് പ്ലേസുകളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ ആൻറ്റിസെപ്റ്റിക്സ് സാധാരണഗതിയിൽ സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ചില സമയത്ത് ലിംഫാറ്റിക് സിസ്റ്റത്തിലൊക്കെ അത് ട്രാൻസ്പോർട്ടഡ് ആയിട്ട് ബാക്ടീരിയനെ വിത്തിൻ ദ ഹ്യൂമൻ ബോഡിയിൽ ചില യൂറിനറി ആൻറ്റിസെപ്റ്റിക്സ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ
ഡ്രഗ്സ് ആക്ടിങ് ഇൻ യൂറിനറി സിസ്റ്റത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് യൂറിനറി ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ ബോഡിയുടെ അകത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറയുന്നത്. Now, disinfectant, they will destroy the cell wall of microorganism and interfere the metabolism of microbes, and they thrive on the surface of tangible objects. External surface in the മുകളിലൊക്കെയാണ് inanimate objects in the മുകളിൽ സെൽ വാൾ സിന്തസിസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്തിട്ടോ ആണ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത്. നോട്ട് ഹാംഫുൾ ടു ദി ഹ്യൂമൻ. ഇൻ കേസ് ഓഫ് ആൻറ്റിസെപ്റ്റിക്സ്, ഡിസിൻഫെക്റ്റൻ്റ് എപ്പോഴും ഹ്യൂമൻസ് അല്ലെങ്കിൽ അനിമൽസിന് ഹാംഫുൾ ആയിട്ടുള്ള ഏജൻസികളായിരിക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് സ്ഥിരമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, ഡിഫറൻസ് ബിറ്റ്വീൻ ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ വരുന്ന ഒരു ടേമാണ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൈക്രോ ബയോളജിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓർഗാനിസം, ബാക്ടീരിയ രണ്ട് രീതിയിലുള്ള ഫോംസിലുണ്ട്. സ്പോർ ഫോമിംഗ് ആയിട്ടുണ്ട്, നോൺ സ്പോറിങ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ആയിട്ടുള്ള സെൽസുകളും ഉണ്ട് എന്ന് പഠിച്ചിട്ടുണ്ടാവും. ആ സമയത്ത് ഈ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കെമിക്കലിനോട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അത്യാവശ്യം ഹീറ്റിനോടൊക്കെ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഫോമാണ്, ബാക്ടീരിയൻ്റെ ഒരു ഫോമാണ് സ്പോർ ഫോമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത് നമ്പർ കുറക്കുക എന്നുള്ളതേ അവിടെ സാധ്യമാവുള്ളൂ. കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യാൻ പറ്റില്ല ഡിസിൻഫെക്ഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ. എസ്പെഷ്യലി സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരിക്കലും ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് കില്ല് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് നമുക്കത് ഒരുവിധം അതിൻ്റെ ഗ്രോത്തൊക്കെ ഇൻഹിബിറ്റ് ചെയ്യാം, നമ്പർ കുറക്കാം. വയബിൾ പാത്തോജനിക് മൈക്രോ ഓർഗാനിസം, ലിവിങ് ആയിട്ടുള്ള പാത്തോജനിക് മൈക്രോ ഓർഗാനിസത്തൊക്കെ അതിൻ്റെയൊക്കെ എമൗണ്ടൊക്കെ നമുക്ക് കുറക്കാം എന്നുള്ളത് ഒരു ഓപ്ഷനാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസിൻഫെക്ഷൻ. നൗ എന്തൊക്കെയാണ് ഒരു ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റന് വേണ്ട മിനിമം ക്വാളിറ്റീസ് എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ബി ചീപ്പ്, കെമിക്കലി സ്റ്റേബിൾ. കെമിക്കലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ആൻറ്റിസെപ്റ്റിക് ആയാലും ഡിസിൻഫെക്റ്റൻ്റ് ആയാലും ബാക്കിയുള്ള സൊല്യൂഷൻ്റെ കൂടെ ഇപ്പോൾ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എല്ലാ സ്ഥലത്തും നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്താണ് ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ വെള്ളത്തിൽ സ്റ്റേബിൾ ആണോ എന്നുള്ളത് വലിയൊരു പോയിൻ്റാണ്. അതുപോലെ ചീപ്പ്, എത്രയും വില കുറഞ്ഞ് കിട്ടണം. ഇനി ഇത് കൊടുക്കുന്ന സമയത്ത് കളർ പിടിക്കാൻ പാടില്ല, നോൺ സ്റ്റെയിനിങ്. ഷുഡ് നോട്ട് ബി ദാറ്റ് മച്ച് ഓർഡർ ആൻഡ് ദാറ്റ് മച്ച് കളറോ അല്ലെങ്കിൽ സ്മെല്ലോ ഉണ്ടാവാൻ പാടില്ല. ഷുഡ് ബി സ്പോറിസിഡൽ. സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനും കൂടി കില്ല് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടാവുന്നത് നല്ലൊരു പ്രോപ്പർട്ടിയാണ്. എങ്കിൽ മാത്രമാണ് സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനോടും കില്ല് ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് നോട്ട് മെയർലി സ്റ്റാറ്റിക്. ഗ്രോത്തിനെ വിത്ത്ഹാൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഫർദർ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്ന് മാത്രമല്ല, അത് ഒരു പരിധി വരെ കില്ല് ചെയ്യാൻ പറ്റണം. ഓക്കെ, then active against all the pathogenic microorganisms like bacteria, fungi, virus and protozoa, and require brief time of exposure. കൂടുതൽ സമയം നമുക്ക് ചിലപ്പോൾ ആൻറ്റിസെപ്റ്റിക് യൂസ് ചെയ്തിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. വളരെ കുറഞ്ഞ സമയം യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ it should be active, and it should be able to spread through organic film and enter the fold and surfaces. നമുക്കിപ്പോൾ ഡിസിൻഫെക്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ മെറ്റീരിയലുകൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ കോർണറിലോട്ടും ഇത് എത്തണം. അപ്പോൾ തിക്കായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, വിസ്കോസിറ്റി കൂടിയ സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഗതി ഉണ്ടായിക്കൊള്ളുന്നില്ല, പെനട്രേറ്റ് ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഓക്കെ, ദെൻ ആക്റ്റീവ്ലി സീൻ ഇൻ പ്രസൻസ് ഓഫ് ഇറ്റ് ഷുഡ് ബി ആക്റ്റീവ് ഇൻ പ്രസൻസ് ഓഫ് ബ്ലഡ്. സാധാരണ ഇപ്പോൾ ആൻറ്റിസെപ്റ്റിക് ഒക്കെ ആണെന്ന് പറഞ്ഞാൽ വൂണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞു. പക്ഷെ ചില ആൻറ്റിസെപ്റ്റിക്കിനൊക്കെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ്, ടിഷ്യൂ ഒക്കെ വരുന്ന സമയത്ത് ആൻറ്റിസെപ്റ്റിക്കിൻ്റെ ആക്ഷൻ കുറയും. ഇപ്പോൾ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. അപ്പോൾ അങ്ങനെ അല്ലാത്തതായിരിക്കണം, അതിനുള്ള ആക്റ്റീവ് ആയിരിക്കണം. ഇൻ പ്രസൻസ് ഓഫ് ബ്ലഡ്, പസ് ഇങ്ങനെയുള്ള എക്സ്ക്രീറ്റിൻ്റെ ഒക്കെ പ്രസൻസിലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൻറ്റിസെപ്റ്റിക് ആയിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് കൊറോഡ്. ഡിസിൻഫെക്റ്റൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി കുറച്ചും കൂടി കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടാകും. ഡിസിൻഫെക്റ്റൻ്റെ കേസിലാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസുകൾ കൊറോഡ് ചെയ്യാൻ പാടില്ല.
അത് ഇൻസ്ട്രുമെൻറ്റിന് റസ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല, ഈസിലി വാഷബിൾ ആയിരിക്കണം. അതായത് നമ്മൾ ഡിസിൻഫെക്റ്റൻ്റ് യൂസ് ചെയ്ത സാധനം വാഷ് ചെയ്യുന്ന സമയത്ത് ഈസിലി വാഷബിൾ ആയിരിക്കണം, അതിന് ഹാർഡായിട്ടുണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഇനി ആൻറ്റിസെപ്റ്റിക്കിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ഡിസിൻഫെക്റ്റൻറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചധികം പ്രോപ്പർട്ടീസും കൂടിയും വേണം. കാരണം നേരിട്ട് ലിവിങ് ടിഷ്യൂസിൽ യൂസ് ചെയ്യുന്നതാണ്. സോ ഇറ്റ് ഷുഡ് ബി റാപ്പിഡ് ഇൻ ആക്ഷൻ, ഷുഡ് ബി നോൺ ഇറിറ്റേറ്റിംഗ് ടു ദ ടിഷ്യൂ, ഇറ്റ് ഷുഡ് ബി നോൺ അബ്സോർബിൾ. ബ്ലഡിലോട്ട് മിനിമം അബ്സോർപ്ഷൻ ഉണ്ടാവണം. ഇൻ കേസ് ഇനി അബ്സോർപ്ഷൻ വന്നു എന്നുണ്ടെങ്കിൽ തന്നെ ടോക്സിസിറ്റി ഉണ്ടാവാൻ പാടില്ല. ദെൻ നോൺ സെൻസിറ്റൈസിങ്, അലർജി ഉണ്ടാവുന്ന സാധനങ്ങളാവാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കോമ്പാക്റ്റബിൾ വിത്ത് ദ സോപ്പ് ആൻഡ് അതർ ഡിറ്റർജൻസ്. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സോപ്പ് ഡിറ്റർജൻസുമായിട്ട് കോമ്പാക്റ്റബിൾ ആയിരിക്കണം, അതിനോട് ഇൻകോമ്പാക്റ്റബിൾ ആവരുത് എന്നുള്ളത്. സോ ദീസ് ആർ ദ സം പ്രോപ്പർട്ടീസ് ഓഫ് ഗുഡ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻസ്. ഇനി എന്താണ് ബേസിക് ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ, എങ്ങനെയാണ് ആൻറ്റിസെപ്റ്റിക്സുകൾ മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ സാധാരണ ഫാർമക്കോളജിയിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്നുണ്ടാവുക ഹ്യൂമൻ ബോഡിയിൽ അത് എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, കീമോതെറാപ്പി യൂണിറ്റ് 2-ലും യൂണിറ്റ് 3-ലും നമ്മൾ പഠിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ഏജന്റ് മൈക്രോ ഓർഗാനിസത്തിനെ എങ്ങനെ കില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും മെക്കാനിസത്തിൽ കുറേയധികം ചേഞ്ചസുകൾ ഉണ്ടാവും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പെൻസിലിനൊക്കെ ചോദിക്കുന്ന സമയത്ത് ആൻറ്റി ഹൈപ്പർടെൻസീവ് ആണെന്നൊന്നും പറഞ്ഞ് എഴുതി വെക്കരുത് എന്ന് പറയാൻ കാരണം അതാണ്. നമ്മളൊരു ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് കൊടുക്കുന്നത് ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് കൊണ്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേരുകൾ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസം കോസ് ചെയ്യുന്ന ഇൻഫെക്ഷൻസിൻ്റെ പേരുകൾ മാത്രമാണ് ഈ 2 യൂണിറ്റിലും ആൻസർ അല്ലെങ്കിൽ യൂസസുകളായിട്ട് വരുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള മെക്കാനിസം ഓഫ് ആക്ഷൻ നോക്കാം. ഒന്ന് ഓക്സിഡേഷൻ ആണ്, ബാക്ടീരിയൽ പ്രോട്ടോപ്ലാസത്തിൽ ഓക്സിഡേഷൻ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ടീരിയൽ പ്രോട്ടീൻസിനെ ഡീനാച്ചുറേറ്റ് ചെയ്യിക്കാം, ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആയിരിക്കാം. അതും അല്ലെങ്കിൽ ഇറ്റ് മേ ഇൻക്രീസ് ദ പെർമിയബിലിറ്റി ഓഫ് ബാക്ടീരിയൽ മെമ്പറൈൻ. അപ്പോൾ എന്താ സംഭവിക്കുക, ഡിറ്റർജൻറ്റ് പോലെയുള്ള സാധനങ്ങൾ കൊടുക്കുമ്പോൾ ബാക്ടീരിയൻ്റെ സെൽവാളിൻ്റെ പെർമിയബിലിറ്റി കൂട്ടുകയാണ് ചെയ്യുക. പെർമിയബിലിറ്റി കൂട്ടുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ബാക്ടീരിയൻ്റെ അകത്തുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള ഓർഗനൻസുകൾ ലീക്ക് ചെയ്തിട്ട് എസെൻഷ്യൽ കമ്പോണൻസിൻ്റെ ഡെഫിഷ്യൻസി വന്നിട്ട് മൈക്രോ ഓർഗാനിസം കില്ല് ചെയ്യാനുള്ള ചാൻസസുകളുണ്ട്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെക്കാനിസം ഓഫ് ആക്ഷൻസ് ഓഫ് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്. ഇനി എന്തൊക്കെയാണ് ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ള ടെമ്പറേച്ചർ. ഫസ്റ്റ് ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻറ്റിൻ്റെ ആക്ഷൻ കൂടും. ഇപ്പോൾ നമുക്ക് ഒരു ഡിസിൻഫെക്റ്റൻറ്റുമായിട്ട് നമുക്ക് ഒരു സാധനത്തിനെ ചെയ്യാം, ഹീറ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള സാധനങ്ങളാണെങ്കിൽ പെട്ടെന്ന് ആക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഹീറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. pH ഡിപ്പെൻഡ്സ് ഓൺ ദ ആൻറ്റിസെപ്റ്റിക്. ചില സാധനങ്ങൾ pH മാറുന്നതിനനുസരിച്ച് സ്റ്റേബിൾ ആവുന്നതായിരിക്കാം, ചില pHൽ കൂടുതൽ ആക്റ്റീവ് ആയിരിക്കാം, ചില pHൽ അൺസ്റ്റേബിൾ ആയിരിക്കാം. അപ്പോൾ ഇറ്റ് മേ ഡിപ്പെൻഡ്സ്. ദെൻ പീരിയഡ് ഓഫ് കോണ്ടാക്ട് വിത്ത് മൈക്രോ ഓർഗാനിസം. ചില ആൻറ്റിസെപ്റ്റിക്സുകൾ വളരെ കുറച്ച് സമയത്ത് മാത്രം നമുക്ക് ട്രീറ്റ് ചെയ്താൽ മതി, ആ സമയത്ത് തന്നെ നമുക്ക് കില്ല് ചെയ്യാൻ പറ്റും. ചിലത് നേരെ തിരിച്ചായിരിക്കും. ദെൻ നാച്ചർ ഓഫ് മൈക്രോ ഓർഗാനിസം മൈക്രോബ്സ് ഇൻവോൾവ്ഡ്. ഞാൻ നേരത്തെ പറഞ്ഞു സ്പോർ ഫോമിങ് ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ സ്റ്റേബിൾ ആണ്, കൂടുതൽ റെസിസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഹീറ്റിംഗ് വിത്ത് ആൻറ്റിസെപ്റ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷനിൽ ആൻറ്റിസെപ്റ്റിക്സ് കൊടുക്കേണ്ടി വരും. ദെൻ സൈസ് ഓഫ് ഇനോക്കുലം, നമ്പർ ഓഫ് മൈക്രോ ഓർഗാനിസം പെർ ml ഓഫ് ദി ഇനോക്കുലം അല്ലെങ്കിൽ സസ്പെൻഷൻ, അതാണ് സൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ml 100 മൈക്രോ ഓർഗാനിസം ഉണ്ടോ 1000 മൈക്രോ ഓർഗാനിസം ഉണ്ടോ എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ആൻറ്റിസെപ്റ്റിക് സെലക്ട് ചെയ്യേണ്ടി വരും. ദെൻ പ്രസൻസ് ഓഫ് ബ്ലഡ്, പസ് ആൻഡ് അതർ ഓർഗാനിക് മാറ്റേഴ്സ്. ചില ആൻറ്റിസെപ്റ്റിക്സുകൾ ഇതിൻ്റെ പ്രസൻസിൽ ഇനാക്റ്റീവ് ആവുന്നതാണ്, അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് വിച്ച് വിൽ മോഡിഫൈ ആക്ടിവിറ്റി ഓഫ് ജെർമിസൈഡ്സ്. ഇനി സാധാരണഗതിയിൽ ആൻറ്റിസെപ്റ്റിക്സിൻ്റെയും ഡിസിൻഫെക്റ്റൻറ്റിൻ്റെയും പൊട്ടൻസി നമ്മൾ മെഷർ ചെയ്യുക ഫിനോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്ന ഒരു വാല്യൂ നോക്കിയിട്ടാണ്. അപ്പോൾ ഫിനോൾ കോഎഫിഷ്യൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫിനോള് യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാൻ വേണ്ട സമയം 7.5 മിനിറ്റ്സിൽ കില്ല് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യേണ്ട ഒരു ഡിസിൻഫെക്റ്റൻറ്റിനെ കമ്പയർ ചെയ്യാം. അതായത് 7.5 മിനിറ്റ്സിൽ സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ
35 ഡിഗ്രി സെൽഷ്യസിൽ കില്ല് ചെയ്യാൻ വേണ്ട ഫിനോളിൻ്റെ കോൺസെൻട്രേഷനും ഇതേ കണ്ടീഷൻ സാൽമോണല്ല ടൈഫി എന്ന് പറയുന്ന മൈക്രോ ഓർഗാനിസത്തിനെ 7.5 മിനിറ്റ്സിൽ 35 ഡിഗ്രി സെൽഷ്യസിൽ കില്ല് ചെയ്യാൻ വേണ്ട ഡിസിൻഫെക്റ്റന്റിന്റെ കോൺസെൻട്രേഷനും തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഡിസിൻഫെക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ ഫിനോൾ കോൺസെൻട്രേഷൻ. ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടും. സപ്പോസ് ദാറ്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 1. ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഫിനോളിനേക്കാളും ഒരു ടൈം, 1 ടൈം അല്ലെങ്കിൽ നമ്മൾ ഒരു ഇരട്ടി എന്ന് പറയുന്നത്, ഫിനോള് ഒരു പൊട്ടൻസി കാണിക്കുന്നുണ്ട്, അതിൻ്റെ ഇരട്ടി പൊട്ടൻസി കാണിക്കുന്ന ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഇഫ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 1, ഇറ്റ് ഈസ് ലെസ് എഫിക്കസ് ദാൻ ഫിനോൾ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിൻ്റെ പൊട്ടൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങളെ സിലബസിൽ പറഞ്ഞിട്ടുള്ള കുറച്ച് ആൻറ്റിസെപ്റ്റിക് ആൻഡ് ഡിസിൻഫെക്റ്റൻസുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. 12 ക്ലാസ് ഓഫ് ആൻറ്റിസെപ്റ്റിക് ഡിസിൻഫെക്റ്റൻസുകൾ പറഞ്ഞിട്ടുണ്ട്. ഫിനോൾ ഡെറിവേറ്റീവ്സ് ലൈക്ക് ഫിനോൾ, ക്രിസോൾ, ഹെക്സൈൽ റെസോസിനോൾ, ക്ലോർസൈലിനോൾ, hexachlorophene. Then oxidizing agent like potassium permanganate, hydrogen peroxide, benzyl peroxide, halogen like iodine, iodophore, chlorine, chlorophore, bigonides like chlorhexidine, quaternary ammonium compounds like citramate, benzalkonium chloride and diculinium chloride. Then soaps like soaps of sodium and potassium, alcohol like ethanol and isopropanol, aldehyde like formaldehyde and glutaraldehyde, acid like boric acid, acetic acid, metallic salt like silver nitrate, silver sulfadiazine, mild silver protein, zinc sulfate, calamine and zinc oxide, dye like gentian violet, acriflavine and proflavine, furan derivative like nitrofurazone. So this is the classification of antiseptic and disinfectant. ഇനി ഇതിൽ ഓരോന്നായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. ഫസ്റ്റ് വൺ ഫിനോളിക് കോമ്പൗണ്ട്സുകളാണ്. അതിൽ ഫിനോളിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടോപ്ലാസ്മിക് പോയിസണിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ ഡിസ്റപ്റ്റ് ബാക്ടീരിയൽ മെംബ്രെയിൻ ആൻഡ് ദേ വിൽ ഡീനാച്ചുറേറ്റ് ദ ബാക്ടീരിയൽ പ്രോട്ടീൻ. ഇതാണ് അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ഇത് 0.2% സ്റ്റാറ്റിക് ആണ്, ബാക്ടീരിയോ സ്റ്റാറ്റിക് ആണ്, ഫർദർ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. ആൻഡ് ദ ആക്ഷൻ വിൽ ബി സിഡൽ അറ്റ് 1%. 0.2% സ്റ്റാറ്റിക് ആണ്, 1% ബാക്ടീരിയോ സിഡൽ ആണ്. ഓക്കെ, സ്പോർ ഫോമിങ്ങിൽ പുവർ ആക്ഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പോർ എന്ന് പറയുന്നത് മോർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഫോമാണ്. അപ്പോൾ അതിൽ ആക്ഷൻ കുറവാണ്. ഇനി ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്ററിൽ ഇതിൻ്റെ ആക്ഷൻ കുറയും എന്നുള്ളതാണ്. അപ്പോൾ ഓർഗാനിക് മാറ്റർ, പസ്, ബ്ലഡിനെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്ലഡുള്ള ഏരിയയിൽ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാനൊക്കെ, അങ്ങനെയുള്ള ഫ്ലോറൊക്കെ നമ്മൾ ബ്ലഡ് വീണ് ഒരു ഫ്ലോർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഫിനോൾ യൂസ് ചെയ്യുമ്പോൾ അതിലുള്ള ഇൻഫെക്ഷൻസിനെ കില്ല് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് കുറയും എന്നുള്ളതാണ്. ഓക്കെ, നൗ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഇത് യൂസ് ചെയ്യാറില്ല, കൊറോസീവ് ആയതുകൊണ്ട്. ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. യൂറിൻ, ഫീസസ്, പസ്, സ്പ്യൂട്ടം ഓഫ് ദി പേഷ്യൻറ്റ്, ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൻറ്റി പ്രൂറൈറ്റിക് പ്രിപ്പറേഷൻസിന് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫിനോൾ എന്ന് പറയുന്നത്. ഇനി ഫിനോളിൻ്റെ വേറൊരു കോമ്പൗണ്ടാണ് മീഥൈൽ ഫിനോൾ എന്ന് പറയുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന സമയത്ത് 3 to 10 times പൊട്ടൻറ്റ് ദാൻ ഫിനോൾ. സെല്ലിന്, ടിഷ്യൂസിന് ഡാമേജ് കുറവുള്ള ഒരു ഫിനോളിക് കോമ്പൗണ്ടാണ് ക്രിസോൾ എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. യൂട്ടൻസൈൽ, എക്സ്ക്രീറ്റ് ആൻഡ് ഹാൻഡ് വാഷിങ്ങിൻ്റെ സൊല്യൂഷൻസിലൊക്കെ ആഡ് ചെയ്യുന്ന സംഗതികളാണ് ക്രിസോൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് എക്സൈൽ റിസോസിനോൾ. അനദർ ഡെറിവേറ്റീവ് ആണ്, ഫിനോളിക് കോമ്പൗണ്ടിൻ്റെ അനദർ ഡെറിവേറ്റീവ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓർഡർ ഇല്ല, അതുപോലെ കളറില്ല. ഫിനോളിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഭയങ്കര പഞ്ചൻ്റ് സ്മെല്ലാണ്. അതിൻ്റെ കൂടാതെ സ്റ്റെയിൻ ഉണ്ടാക്കും. അതായത് ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലോറിൻ്റെ കളറൊക്കെ മാറ്റും. ഓക്കെ, നൗ ദിസ് ഈസ് മെയിൻലി യൂസ്ഡ് ഇൻ മൗത്ത് വാഷ്, ലോസഞ്ചസ് ആൻഡ് ആൻറ്റിഫംഗൽ. സോ ദിസ് ഈസ് ദ വൺ ഓഫ് ദി ഫിനോളിക് കോമ്പൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ആസ് ആൻ ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ നിങ്ങൾ റെക്സിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൗത്ത് വാഷ് കണ്ടിട്ടുണ്ടാവും. റെക്സിഡിൻ എന്ന് പറഞ്ഞ മൗത്ത് വാഷ്. ഓക്കെ, അതിലൊക്കെ ഉള്ള ഒരു കമ്പോണൻ്റ് ആണ് എക്സൈൽ റിസോസിനോൾ എന്ന് പറയുന്നത്. അതുപോലെ
സ്ട്രെപ്സിൽസ് എന്നൊക്കെ പറയുന്ന ലോസഞ്ചസ് കണ്ടിട്ടുണ്ടാവും. അതിലൊക്കെ കാണുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് എക്സൈൽ റിസോസിനോൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൾസോ ഹാവ് സം ആൻറ്റിഫംഗൽ ആക്ഷൻ. സോ ദീസ് ആർ ദ എക്സൈൽ റിസോസിനോൾ. നൗ ക്ലോറോസൈനിലോൾ അനദർ ഇമ്പോർട്ടൻറ്റ് ഫിനോളിക് കോമ്പൗണ്ട് ആണ്. നമ്മളൊക്കെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ക്ലോറോസൈലിനോൾ എന്ന് പറയുന്നത്. ആ പേര് കേട്ടാൽ ചിലപ്പോൾ നമുക്ക് അറിയുന്നുണ്ടാവില്ല, പക്ഷേ ഡെറ്റോൾ എന്ന് കേട്ടാൽ നമുക്കൊക്കെ അറിയുന്നുണ്ടാവും. അപ്പോൾ ഡെറ്റോൾ എന്ന് പറയുന്ന ഒരു ഡിസിൻഫെക്റ്റൻ്റ് ആണ്. ഫിനോൾ കോഎഫിഷ്യൻറ്റ് 70 ആണ്. മീൻസ് ഇത് 70 ടൈംസ് മോർ പൊട്ടൻറ്റ് ദാൻ ഫിനോൾ. ഫിനോളിനേക്കാളും 70 ടൈംസ് മോർ ആക്ഷൻ ഉള്ള ഒരു സാധനമാണ് ഡെറ്റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡു നോട്ട് കൊയാഗുലേറ്റ് ദ പ്രോട്ടീൻ, നോൺ കൊറോസീവ്, നോൺ ഇറിറ്റൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഫോമിൽ, ചെറിയ ഡയലൂട്ടഡ് ഫോമിലൊക്കെ നമ്മളിത് സ്കിന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഐ മീൻ സ്കിന്ന് ഇൻ ദ സെൻസ് ഡയറക്റ്റ് സ്കിന്ന് നമ്മൾ പറയില്ല, ക്ലോത്തിലൊക്കെ ക്ലീൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലോത്തിലൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദർ ആർ സം ലിമിറ്റേഷൻ. ഡയലൂട്ട് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ആക്ടിവിറ്റി കുറയും എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് യൂസ്? ഡെറ്റോൾ സർജിക്കൽ ആൻറ്റിസെപ്സിസ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. സ്കിൻ ക്രീം, സോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൂബ്രിക്കേറ്റിംഗ് ഒബ്സ്ട്രക്റ്റീവ് ക്രീംസിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ മൗത്ത് വാഷ്, ഡെറ്റോളിൻ പ്ലസ് വിത്ത് മെന്തോൾ, ഈ ഒരു കോമ്പിനേഷനിൽ നമ്മൾ മൗത്ത് വാഷിലും ക്ലോറോസൈലിനോൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നൗ എക്സൈൽ ഹെക്സാക്ലോറോഫിൻ അനദർ ഫിനോളിക് കോമ്പൗണ്ട് ആണ്. ദേ ആക്ട് ബൈ ഇൻഹിബിറ്റിംഗ് ബാക്ടീരിയൽ എൻസൈം and also they will cause bacterial lysis. That is the mechanism of action. But the limitation is activity is reduced by organic matter. Okay, സാധാരണ സോപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ആൻറ്റിസെപ്റ്റിക് സ്ക്രബ് പേഷ്യൻ്റ് സ്കിന്നിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. 3% സൊല്യൂഷൻ ബേബി ബാത്ത് സൊല്യൂഷൻസിൽ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള യൂസസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്ന സാധനം പണ്ട് നിങ്ങളൊക്കെ കൃഷിയുള്ള വീട്ടുകാർ ഉണ്ടെങ്കിൽ അറിയുന്നുണ്ടാവും. മഹാളി എന്ന് പറയുന്ന സംഗതിക്ക് യൂസ് ചെയ്യുന്ന തുരിശ് എന്ന് പറയുന്ന, സോറി അതല്ല, കോപ്പർ സൾഫേറ്റ് അല്ല, സോറി മിസ്റ്റേക്ക്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത് ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ആൻറ്റിസെപ്റ്റിക് ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പർപ്പിൾ കളറാണ്, നീല കളറുള്ള ഒരു സംഗതി തന്നെയാണ്, വാട്ടർ സോളിബിൾ ആണ്. ഇതെങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നേസൻ്റ് ആയിട്ടുള്ള ഓക്സിജനെ റിമൂവ് ചെയ്യുക, അതായത് ഓക്സിഡൈസ്ഡ് ഫോമിലുള്ള ഓക്സിജനെ റിലീസ് ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെ റിലീസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ദാറ്റ് വിൽ ഓക്സിഡൈസ് ദ ബാക്ടീരിയൽ പ്രോട്ടോപ്ലാസം. ഇപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മെക്കാനിസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓക്സിഡേഷൻ എന്ന് പറയുന്ന മെക്കാനിസം. അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെയാണ് അതിൻ്റെ യൂസ് എന്ന്? ഗാർഗ്ലിംഗ്, ഇറിഗേറ്റിംഗ് ക്യാവിറ്റീസ്, യൂറിത്ര, വൂൺസ്, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ യൂസ് ചെയ്യുന്ന ഒരു 1:400 അല്ലെങ്കിൽ 1:10,000 അത്രയും ഡയലൂഷനിലാണ് 1 പാർട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റും 40 പാർട്സ് വാട്ടറും യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന സൊല്യൂഷൻ. അതാണ് കോണ്ടി ലോഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെയുള്ള ഗാർഗിളിങ്, നമ്മൾ ഗാർഗിൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇറിഗേറ്റിംഗ് ക്യാവിറ്റീസ്, യൂറിത്ര, അങ്ങനെയുള്ള സ്ഥലത്ത് യൂസ് ചെയ്യേണ്ട ആൻറ്റിസെപ്റ്റിക് ലിക്വിഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആൾസോ യൂസ് ടു ഡിസിൻഫെക്റ്റൻറ്റ് വാട്ടർ, പോണ്ട്, വെൽ, ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റൻറ്റ് കൊറോഡ് ചെയ്യും എന്നുള്ള, റെസ്റ്റൊക്കെ വരുത്തും. ഇരുമ്പ് പോലെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻസിലൊന്നും നമുക്ക് ഒരു കാരണവശാലും യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആക്ഷൻ വിൽ ബി സ്ലോ ആൻഡ് ഹയർ കോൺസെൻട്രേഷൻ മേ കോസ് ബേൺ ആൻഡ് ബ്ലിസ്റ്ററിങ്. ഡയറക്റ്റായിട്ട് ഇപ്പോൾ ഇതിൽ നമ്മൾ പറഞ്ഞു 1 പാർട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റും 4000 പാർട്ട് വാട്ടറുമാണ്. അത്രയും ഡയലൂട്ട് ഫോമിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹയർ കോൺസെൻട്രേഷനിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ ബേണിംഗ് സെൻസേഷൻ, ബ്ലിസ്റ്ററിങ്, നമുക്ക് എന്താ ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ പൊള്ളിയാൽ ഉണ്ടാവുന്ന ബബിൾ പോലെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവും. ഓക്കെ, രണ്ടാമത്തെ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. നമ്മളൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് കുഴിനകം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് കുഴിനകത്തിൻ്റെ അവിടെ ഉറ്റിക്കുന്ന ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ ചെറിയ ബോട്ടിൽസുകൾ കിട്ടും. അപ്പോൾ ചളി ഒക്കെ പതഞ്ഞു പൊങ്ങി പുറത്തോട്ട് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്
that will also liberate nascent oxygen, which will oxidize the necrotic matter and bacteria. Usually 3% solution will produce 10 volume of oxygen. അപ്പോൾ അതാണ് അതിൻ്റെ ആക്ഷൻ എന്ന് പറയുന്നത്. യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഫോം ഉണ്ടാക്കിയിട്ട് ഇയർ വാക്സിൽ സാധാരണഗതിയിൽ യൂസ് ചെയ്യും. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കുഴിനകത്തിലൊക്കെ യൂസ് ചെയ്യുന്നതാണ്. പുവർ പെനട്രബിലിറ്റി, ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ, ആൻഡ് ഇറ്റ് വിൽ ലൂസ് ദ പൊട്ടൻസി ഓൺ കീപ്പിംഗ്. ഇത് വാങ്ങിക്കഴിഞ്ഞ് നമ്മൾ പെട്ടെന്ന് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പൊട്ടൻസി കുറയും എന്നുള്ളതാണ്. അത് താനെ ഓക്സിഡൈസ് ചെയ്ത് പോകുന്ന സാധനം ആയതുകൊണ്ടാണ് അതിൻ്റെ പൊട്ടൻസി കുറയുന്നത്. ഓക്കെ, അനദർ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ബെൻസൈൽ പെറോക്സൈഡ്. അഗ്നി വൾഗാരിസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് ബെൻസൈൽ പെറോക്സിഡൈസ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹാലജൻസ് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലീച്ചിങ് പൗഡറുകളൊക്കെ വരുന്ന സംഗതികളാണ്. അതുപോലെ അയഡിൻ നമ്മളൊക്കെ തേക്കുന്നതാണ്. ബിറ്റാഡിൻ ഓയിൽമെന്റ് എന്ന് പറഞ്ഞിട്ടൊക്കെ നമ്മൾ എടുത്ത് തേക്കുന്ന സാധനം, ഇതൊക്കെ അയഡിൻ കമ്പോണൻസുകളാണ്. ഓക്കെ, റാപ്പിഡ്ലി ആക്ടിങ് ബ്രോഡ് സ്പെക്ട്രം ആയിട്ടുള്ളൊരു മൈക്രോബിയൽ ഏജന്റ് ആണ്. ആക്ട് ബൈ അയഡിനേറ്റിംഗ് ആൻഡ് ഓക്സിഡൈസിങ് മൈക്രോബിയൽ പ്രോട്ടോപ്ലാസം. ബട്ട് ദർ ആർ സം ലിമിറ്റേഷൻ, സെൻസിറ്റീവ് ആണ് എന്നുള്ളതാണ്. റാഷസ്, സിസ്റ്റമിക് മാനിഫെസ്റ്റേഷൻസുകളൊക്കെ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ കൊറോസീവ് ആണ്, അതുകൊണ്ട് തന്നെ റെസ്റ്റ് ഉണ്ടാവും, തുരുമ്പ് വരാനൊക്കെ ഉള്ള ചാൻസസുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. സാധാരണ വെജിറ്റേറ്റീവ് ഫോംസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇനി കുറച്ച് ഫോംസ് ഓഫ് അയഡിൻസുകളാണ്. ടിങ്ചർ അയഡിൻ എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ്. കുറച്ച് ഒരു ബ്രൗൺ കളറുള്ള ലിക്വിഡ് ടിങ്ചർ അയഡിൻ എന്ന് പറയും. 2% ആൽക്കഹോളിൽ ഉള്ള അയഡിൻ സൊല്യൂഷൻ ആണ്. അപ്പോൾ സാധാരണഗതിയിൽ ഡീജർമിങ് സ്കിൻ ബിഫോർ സർജറി, അതുപോലെ തന്നെ ഫോർ ട്രീറ്റിംഗ് റിംഗ് വോം, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. ദെൻ മാൻഡിൽസ് പെയിൻറ്റ്, നമ്മളെ വായൽ ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ സോർ ത്രോട്ടിനൊക്കെ യൂസ് ചെയ്യുന്നതാണ്. സ്കിന്നിലൊക്കെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പൊട്ടാസ്യം അയഡൈഡ് ആയിട്ടുള്ള അയഡിൻ, പൊട്ടാസ്യം അയഡൈഡിൻ്റെ ഫോമിൽ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ദെൻ അയോഡെക്സ് എന്നൊക്കെ പറയുന്ന ആൻറ്റിസെപ്റ്റിക് കൗണ്ടർ ഇറിറ്റൻ്റ് ആയിട്ടുള്ള സാധനം. അയോഡെക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമാണ് അയോഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോൺ സ്റ്റെയിനിങ് ആയിട്ടുള്ള അയഡിൻ ഓയിൽമെൻറ്റ്സുകൾ ആൻറ്റിസെപ്റ്റിക് കൗണ്ടർ ഇറിറ്റൻറ്റ്, കുറച്ചൊക്കെ ഒരു നീറലൊക്കെ ഉണ്ടാകുന്ന എഫക്റ്റോട് കൂടിയുള്ള ഓയിൽമെൻറ്റ്സുകളൊക്കെ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേതാണ് അയഡിൻ്റെ വേറൊരു കോമ്പോണൻ്റ് ആണ് അയഡോഫോർ എന്ന് പറയുന്നത്. കോംപ്ലക്സ് ഫോമിംഗ് ആയിട്ടൊരു ഏജൻ്റാണ്. കോംപ്ലക്സ് എന്ന് പറയുന്ന സമയത്ത് അതിൽ നിന്ന് അയഡിൻ പതുക്കെ റിലീസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിനുള്ളൊരു ഇമ്പോർട്ടൻ്റ് എക്സാമ്പിളാണ് പൊവിഡോൺ അയഡിൻ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ബെറ്റാഡിൻ എന്ന് പറഞ്ഞ സാധനം, ബെറ്റാഡിൻ തന്നെ ലോഷനായിട്ടുണ്ട്, ഓയിൽമെൻറ്റുകളായിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ ഉള്ളതാണ് പോളി വിനൈൽ പൈറോലിഡോൺ അയഡിൻ എന്ന് പറയുന്നത്. അതിൻ്റെ കോംപ്ലക്സിൽ ഉള്ള സംഗതികളാണ്. അപ്പോൾ പല രീതിയിലുള്ള സ്കിൻ കണ്ടീഷൻസുകൾ ലൈക്ക് ബോയിൽസ്, ഫെർണുക്കുലോസിസ്, ബേൺ, ഒട്ടൈറ്റിക്സ് എക്സ്റ്റേണൽ, ദെൻ അൾസർ, ടീനിയ, നോൺ സ്പെസിഫിക് വജൈനൈറ്റിസ്, സർജിക്കൽ സ്ക്രബിംഗ്, ഡിസിൻഫെക്ഷൻ ഓഫ് എൻഡോസ്കോപ്പ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്, ഇങ്ങനെയുള്ള പല പർപ്പസിനും നമ്മളിത് യൂസ് ചെയ്യാറുണ്ട്. രണ്ടാമത്തേതാണ് ക്ലോറിൻ. ഹാലോജൻസിൽ വരുന്ന രണ്ടാമത്തെ ഗ്രൂപ്പാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ജെർമിസൈഡ് ആണ്, ഡീജെർമിങ് ആക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ അസിഡിക് ന്യൂട്രൽ മീഡിയത്തിലാണ് മോർ ആക്റ്റീവ്. ഞാൻ നേരത്തെ പറഞ്ഞു pHന്റെ എഫക്റ്റ് പറഞ്ഞതിനുള്ള ഒരു എക്സാമ്പിളാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. ബേസിക് pHലോട്ട് പോകുമ്പോൾ ഇനാക്റ്റീവ് ആവുന്ന ഒരു സാധനമാണ് ക്ലോറിൻ എന്ന് പറയുന്നത്. അസിഡിക് pHലോ ന്യൂട്രൽ മീഡിയത്തിലോ മാത്രമാണ് ഇതിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. സാധാരണഗതിയിൽ നമ്മൾ ക്ലോറിനേറ്റഡ് വാട്ടർ എന്ന് പറയുന്ന സംഗതി, വാട്ടർ സപ്ലൈസിനെ സ്റ്റെറിലൈസ് ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇത് യൂസ് ചെയ്യാറുള്ളത്. ഓക്കെ, ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഓർഗാനിക് മാറ്റർ ഉണ്ടാവുന്ന സമയത്ത് ക്ലോറിൻ ഓർഗാനിക് മാറ്ററുമായിട്ട് ബൈൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ ക്ലോറിൻ്റെ ഡിമാൻഡ് ആവശ്യമായിട്ട് വരും എന്നുള്ളതാണ്. ഓക്കെ, നൗ ക്ലോറോഫോർ. നേരത്തെ നമ്മൾ അയഡോഫോർ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോക്ലോറിക് ആസിഡ് റിലീസ് ചെയ്യുന്ന ക്ലോറിൻ്റെ കമ്പോണൻ്റ് ആണ് ക്ലോറോഫോർസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് ഒന്ന് ബ്ലീച്ചിങ് പൗഡർ. ബ്ലീച്ചിങ് പൗഡർ നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ക്ലോറിൻ അല്ലെങ്കിൽ ഹൈപ്പോക്ലോറസ് ആസിഡ് റിലീസ് ചെയ്യുന്ന കാൽസ്യത്തിൻ്റെ ഫോമാണ്. കാൽസ്യം ക്ലോറൈഡും കാൽസ്യം ഹൈപ്പോക്ലോറേറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് ക്ലോറിനേറ്റഡ് ലൈം അല്ലെങ്കിൽ ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. ഇതെന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഹൈപ്പോക്ലോറസ് ആസിഡ് ഉണ്ടാവും. അപ്പോൾ അതാണ് ക്ലോറിനെ റിലീസ് ചെയ്തിട്ട് ക്ലോറിൻ്റെ എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഹാലോജിനേറ്റ് ചെയ്യുന്നത്. എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ സാധാരണഗതിയിൽ ഡ്രിങ്കിങ് വാട്ടർ, സ്വിമ്മിംഗ് പൂൾ,
അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈറ്റുകളൊക്കെ പ്രിവൈസസുകളൊക്കെ സാനിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബ്ലീച്ചിങ് പൗഡർ എന്ന് പറയുന്നത്. വേറൊരു ഫോമാണ് സോഡിയം ഹൈപ്പോക്ലോറൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഡയറീസ്, മിൽക്ക് ക്യാൻ ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ് ഫോർ ഇൻഫൻസ് ഫീഡിങ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അൺസ്റ്റേബിൾ ആണ്, ടു ഇറിറ്റൻ്റ് ആണ്, അതുകൊണ്ട് നോർമൽ ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ അനദർ ഫോം ഈസ് ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്നത്. ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്നത് ഒരു നോൺ ഇറിറ്റൻ്റ് കാറ്റിയോണിക് ആൻറ്റിസെപ്റ്റിക് ആണ്. മെക്കാനിസം എന്ന് പറയുന്നത് സെൽ മെംബ്രെയിനെ ഡിസ്റപ്ഷൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ മൈക്രോബിയൽ പ്രോട്ടീൻസിനെ ഡീനാച്ചുറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയക്കെതിരെ ആക്റ്റീവ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇതും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്ന റെക്സിഡിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാൽവോൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മൗത്ത് വാഷുകൾ, ജനറൽ ആൻറ്റിസെപ്റ്റിക്സുകൾ, സർജിക്കൽ സ്ക്രബ്സുകൾ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹാൻഡ് വാഷസുകളൊക്കെയുള്ള അതിലൊക്കെയുള്ളൊരു കമ്പോണൻ്റ് ആണ് ക്ലോർഹെക്സിഡിൻ എന്ന് പറയുന്നത്. ടൂത്ത് പേസ്റ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള സംഗതികളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ADR എന്ന് പറയുന്ന അൺപ്ലസൻറ്റ് ആഫ്റ്റർ ടേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ബ്രൗണിഷ് കളറേഷൻ ഓഫ് ദി ടീത്തിൻ്റെ കളറ് ബ്രൗൺ കളർ ആവുക എന്നുള്ളത്. കോട്ടണറി അമോണിയം കോമ്പൗണ്ട് അടുത്ത ഗ്രൂപ്പാണ്. ഡിറ്റർജൻറ്റുകൾ ആയതുകൊണ്ട് തന്നെ സെൽ പെർമിയബിലിറ്റി കൂട്ടിയിട്ട് ഡീനാച്ചുറേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോട്ടണറി അമോണിയം കോമ്പൗണ്ട്സുകൾ ചെയ്യുന്നത്. ഇനി അതിൻ്റെ യൂസ് എന്ന് പറയുന്നത് സാനിറ്റൈസിങ്, ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്റ്റൻറ്റ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഇങ്ങനെയുള്ള സാധനത്തിനോടൊക്കെ അതിലൊക്കെ സാനിറ്റൈസർ ആയിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ കുറച്ച് ലിമിറ്റേഷൻസുകളുണ്ട്. ജെർമിസൈഡൽ ആക്ഷൻ സ്ലോ ആണ്, ആൽക്കഹോളിനോടും അല്ലെങ്കിൽ അതിനോടൊക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട്. ആൽക്കഹോളിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിൽ അത് പൊട്ടൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻസ്. സിട്രിമൈഡ് അനദർ ഫോം ഓഫ് ഡിറ്റർജൻറ്റ് കോട്ടണറി അമോണിയം കോമ്പൗണ്ട് ആണ്. 1 to 3% സാധാരണഗതിയിൽ നമുക്ക് ക്ലീനിങ് ആക്ഷന് വേണ്ടിയിട്ട് റിമൂവിങ് വാട്ട്, ഗ്രീസ് അങ്ങനെയുള്ള സാധനത്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്ലോർഹെക്സിഡിൻ്റെ കൂടെ ഹോസ്പിറ്റൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സർജിക്കൽ ഇൻസ്ട്രുമെൻസിനൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ ബെൻസാൽക്കോണിയം ക്ലോറൈഡ് 1:10,000 സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ സ്റ്റെറിലൈസ് സ്റ്റോറേജ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. ചില സാധനങ്ങൾ ലിക്വിഡിലായിരിക്കും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ളൊക്കെ ഡിസിൻഫെക്റ്റൻ്റ് സൊല്യൂഷൻസിൽ എടുക്കുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് അല്ലെങ്കിൽ ഡിസിൻഫെക്റ്റൻ്റ് ആണ് ബെൻസാൽക്കോണിയം ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഇനി സോപ്പ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സോപ്പ് തന്നെയാണ്. അതിൽ ക്ലെൻസിങ് ആക്ഷന് വേണ്ടിയിട്ടാണ് കൂടുതൽ നമ്മൾ സോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ആൽക്കഹോൾ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഹാൻഡ് വാഷിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് എത്തനോൾ എന്ന് പറയുന്നത്. ബാക്ടീരിയൽ പ്രോട്ടീൻ പ്രസിപ്പിറ്റേഷൻ ഉണ്ടാക്കിയിട്ടാണ് ഇത് സാധാരണഗതിയിൽ അതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. നല്ല കോൺസെൻട്രേഷനുള്ള ആൽക്കഹോൾ എടുത്ത് കുറച്ച് നേരം നമ്മളെ സ്കിന്നിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കൊയാഗുലേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ 40 to 90% ആൽക്കഹോളിൽ വരെയാണ് ഉള്ളത്. ഓക്കെ, അതിൽ കോൺസെൻട്രേഷൻ കൂടുന്നതിനനുസരിച്ച് 90% വരെ അതിൻ്റെ ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ കൂടി വരും. 90%ൻ്റെ മുകളിൽ നമ്മൾ ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ അതിൻ്റെ ആക്ഷൻ കുറയാണ് ചെയ്യുക. 90% ആൽക്കഹോളിനേക്കാളും കൂടുതൽ കോൺസെൻട്രേഷനുള്ള എത്തനോൾ എടുത്ത് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ കുറയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മൾ സാധാരണഗതിയിൽ ഹോസ്പിറ്റലിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത്, ഹൈപ്പോഡെർമിക് ഇഞ്ചക്ഷൻസുകളൊക്കെ എടുക്കുന്ന സമയത്ത് കോട്ടണിൽ എടുത്തിട്ട് നമ്മൾ കൊടുക്കുന്നത് എത്തനോളുകളാണ്. ഓക്കെ, സോ ദീസ് ആർ ദ യൂസസ്. ഇനി അനദർ ഫോം ഓഫ് ആൽക്കഹോൾ ഐസോപ്രൊപ്പനലോൾ എന്ന് പറയുന്നത് ലെസ് വളട്ടൈൽ ആയിട്ടുള്ള ഒരു ആൽക്കഹോളാണ്. എത്തനോൾ യൂസ് ചെയ്യുന്ന എന്തൊക്കെ പർപ്പസ് ഉണ്ടോ അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ രണ്ട് സാധനങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൻറ്റിസെപ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നത്, എത്തനോളും ഐസോപ്രൊപ്പനലോളും. ഓക്കെ, നൗ ആൽഡിഹൈഡ് അനദർ ഫോം ഓഫ് ഡിസിൻഫെക്റ്റൻറ്റ്, ഡീനാച്ചുറേറ്റ് ദ പ്രോട്ടീൻ, ജനറൽ പ്രോട്ടോപ്ലാസ്മിക് പോയിസണിങ് ഉണ്ടാക്കുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്നുള്ളതാണ്. ഫ്യൂമിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് വലിയൊരു ഏരിയ ലൈക്ക് ഓപ്പറേഷൻ തിയേറ്റർ,
ഓപ്പറേഷൻ തിയേറ്ററൊക്കെ നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് സാധാരണഗതിയിൽ എല്ലാ സ്ഥലത്തും തുടച്ച് വൃത്തിയാക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ ഗ്യാഷ്യസ് സ്റ്റെറിലൈസേഷൻ ആണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഫോർമാൽഡിഹൈഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. 30% അക്വസ് സൊല്യൂഷൻ ഈസ് നോൺ ആസ് ഫോർമാലിൻ. ഇതാണ് നമ്മൾ ഡെഡ് ബോഡീസുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ടിഷ്യൂ പാർട്സുകളൊക്കെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 30% ഫോർമാലിൻ സൊല്യൂഷൻസുകളാണ്. ഓക്കെ, ഇൻസ്ട്രുമെൻറ്റ്സ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻസ്ട്രുമെൻറ്റ്സിനെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. മെത്തമീൻ എന്ന് പറയുന്ന യൂറിനറി ആൻറ്റിസെപ്റ്റിക്, നമ്മൾ യൂറിനറി ആൻറ്റിസെപ്റ്റിക്സിൽ പഠിച്ചിട്ടുള്ള ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് മെത്തമീൻ എന്ന് പറയുന്നത്. മെത്തമീൻ നമ്മളെ ബോഡിയിൽ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കുന്നത് ഫോർമാൽഡിഹൈഡ് റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫോർമാൽഡിഹൈഡ് റിലീസ് ചെയ്തിട്ട് അത് അസിഡിക് യൂറിൻ ആക്കി മാറ്റി അതാണ് പിന്നെ ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ യൂസ് ഓഫ് ഫോർമാൽഡിഹൈഡ്. അനദർ ആൽഡിഹൈഡ് ഈസ് ഗ്ലൂട്ടറാൾഡിഹൈഡ്. ലെസ് വോളറ്റൈൽ, ലെസ് പഞ്ചൻ ആൻഡ് ലെസ് ഇറിറ്റൻ്റ് ആയിട്ടുള്ള ഒരു ആൽഡിഹൈഡ് ആണ് ഗ്ലൂട്ടറാൾഡിഹൈഡ് എന്ന് പറയുന്നത്. ഫോർമാലിന് നേരെ തിരിച്ചായിരുന്നു. ഫോർമാലിൻ ഭയങ്കര പഞ്ചൻ്റ് ആണ്. നോർമലായിട്ട് നമുക്ക് ഒരു ഓപ്പൺ എയറിലൊന്നും നമുക്കത് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, 2% സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ ഡിസിൻഫെക്റ്റൻറ്റ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ആസ് വെൽ ആസ് എൻഡോസ്കോപ്പ്. റിപ്പീറ്റഡ് അപ്ലിക്കേഷൻ്റെ സമയത്ത് സെൻസിറ്റൈസേഷൻ ഉണ്ടാവും. അതാണ് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത്, ഗ്ലൂട്ടറാൾഡിഹൈഡിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ആസിഡ്, ബോറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഈ ചൂടുകാലത്ത് യൂസ് ചെയ്യുന്ന പൗഡറുകൾ അതിലൊക്കെയുള്ള ഒരു കമ്പോണൻ്റ് ആണ് ബോറിക് ആസിഡ് എന്ന് പറയുന്നത്. ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻഡ് വെരി വീക്ക് ആൻറ്റിസെപ്റ്റിക്, നോൺ ഇറിറ്റേറ്റീവ് ആണ്. സാധാരണഗതിയിൽ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ ഐ ക്ലീൻ ചെയ്യാൻ വേണ്ടി മൗത്ത് വാഷിൽ യൂസ് ചെയ്യാറുണ്ട്. ബോറോ ഗ്ലിസറിൻ പെയിൻറ്റുകൾ സ്റ്റൊമറ്റൈറ്റിസ്, ഗ്ലോസൈറ്റിസിൽ യൂസ് ചെയ്യാറുണ്ട്. 10% ഓയിൽമെൻറ്റ്സ്, കട്ട് ആൻഡ് അബ്രഷൻസിൻ്റെ ഒക്കെ ഡിസിൻഫെക്റ്റൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പ്രിക്കി ഹീറ്റ് പൗഡേഴ്സ് ആൻഡ് ഇയർ ഡ്രോപ്സിൽ യൂസ് ചെയ്യാറുണ്ട്. ഇറിഗേറ്റിംഗ് ബ്ലാഡർ ആൻഡ് ലാർജ് വൂൺസ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇറിഗേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഇൻഫൻസിലുള്ള പൗഡേഴ്സിലൊന്നും നമുക്കൊരു കാരണവശാലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ പൊട്ടൻ്റ് ആയിട്ടുള്ള ആക്ഷൻ, സ്കിൻ അത്രയും സെൻസിറ്റീവ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഓക്കെ, സിസ്റ്റമിക് അബ്സോർപ്ഷൻ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വോമിറ്റിംഗ്, അബ്ഡോമിനൽ പെയിൻ, ഡയേറിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ദ ലിമിറ്റേഷൻ ഓഫ് ബോറിക് ആസിഡ്. അനദർ ആസിഡ് ഈസ് അസറ്റിക് ആസിഡ്. ഡ്രസ്സ് ബേൺ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോട്ടൺസുകളൊക്കെ അതിനൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ്, അല്ല നേരിട്ട് സ്കിന്നിൽ അല്ലെങ്കിൽ ബേൺ സ്കിന്നിൽ കൊടുക്കുക എന്നല്ല. ആ കോട്ടൺസുകളൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ മെറ്റാലിക് സാൾട്ട്. മെറ്റാലിക് സാൾട്ട് എന്ന് പറയുമ്പോൾ സിൽവർ ആൻഡ് സിങ്ക് സാൾട്ടാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ സിൽവർ നൈട്രേറ്റ് എന്ന് പറയുന്നത് സിൽവർ അയോൺ റിലീസ് ചെയ്തിട്ടാണ് അതിൻ്റെ ആക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് കളർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബ്ലാക്ക് കളർ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മളെ സ്കിന്നിലൊക്കെ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറിൽ ഒരു സ്റ്റെയിൻ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ്. ടോൺസിലൈറ്റിസ്, അതുപോലെ തന്നെ അപ്പോത്തസ്, അൾസേഴ്സ് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട്. സിൽവർ സൾഫാഡയസിൻ സാധാരണഗതിയിൽ നമ്മൾ ബേൺ നീൽ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡ് നെയിമിൽ അവൈലബിൾ ആയിട്ടുള്ള പൊള്ളിയാൽ തേക്കുന്ന ഓയിൽമെൻറ്റ്സിലൊക്കെ ഉള്ളൊരു കണ്ടൻ്റാണ് സിൽവർ സൾഫാഡയസിൻ എന്ന് പറയുന്നത്. ദെൻ സിങ്ക് സാൾട്ട്, ലൈക്ക് സിങ്ക് സൾഫേറ്റ്, ഐ വാഷ്, ഐ ഡ്രോപ്സിലൊക്കെ ഉള്ള സംഗതികളാണ് സിങ്ക് സാൾട്ടായിട്ടുള്ള സംഗതികൾ. ദെൻ സിങ്ക് സൾഫേറ്റ്. അനദർ സിങ്ക് ഫോം ഈസ് കലാമിൻ ആൻഡ് സിങ്ക് ഓക്സൈഡ്. നമ്മുടെ ബോഡിയിൽ പ്രൊട്ടക്റ്റീവായിട്ടും അഡ്സോർബൻ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന കലാമിൻ ലോഷൻ എന്ന് പറയുന്ന സാധനം, ചെറിയ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള സെൻസിറ്റൈസേഷനൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സ്കിന്നിൽ ചൂടുകുരു പോലെയൊക്കെയുള്ള ചെറിയ ചെറിയ കുരുകളൊക്കെ പൊന്തുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്നതാണ് കലാമിൻ ലോഷൻ എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവായിട്ടും അഡ്സോർബൻ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മൈൽഡ് ആൻറ്റിസെപ്റ്റിക് ആണ് കലാമിൻ ലോഷൻ എന്ന് പറയുന്നത്. ഇനി ചില സമയത്ത് യൂസ് ചെയ്യുന്ന രണ്ട് സാധനങ്ങളാണ് ഡൈ എന്ന് പറയുമ്പോൾ തന്നെ കളർ കൊടുക്കുന്ന ഏജൻസികളാണ്. അപ്പോൾ അങ്ങനെയുള്ള അത്രത്തോളം വലിയ ഇൻഫെക്ഷൻസിലൊക്കെ മാത്രമേ നമ്മൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കാറുള്ളൂ. ജെൻഷ്യൻ വയലറ്റ് അല്ലെങ്കിൽ ക്രിസ്റ്റൽ വയലറ്റ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ ഡീപ്പ് സ്റ്റെയിൻ ഉണ്ടാക്കുന്നുള്ളത് ഒരു ലിമിറ്റേഷനാണ്. ബെഡ് സോറ്, അതുപോലെ ഫുർണോക്കുലോസിസ്, ക്രോണിക് അൾസർ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് മെയിനായിട്ട് അത് യൂസ് ചെയ്യാറുള്ളത്. അക്രിഫ്ലാവിൻ, പ്രോഫ്ലാവിൻ
യെല്ലോ ഓറഞ്ച് കളേർഡിലുള്ള അക്രിഡിൻ ഡൈസുകളാണ് ഗ്രാം പോസിറ്റീവിന് എഗനിസ്റ്റ് ഉള്ളതാണ്. ഓർഗാനിക് മാറ്ററിൻ്റെ പ്രസൻസിൽ എഫിക്കസി കുറയാത്ത ഒരു ആൻറ്റിസെപ്റ്റിക് ആണ് അക്രൈഫ്ലാവിൻ അല്ലെങ്കിൽ പ്രോഫ്ലാവിൻ എന്ന് പറയുന്ന സംഗതികൾ. ലിമിറ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ എഫിക്കസി കുറയും. ലൈറ്റിനോട് എക്സ്പോഷർ ഉണ്ടാകുന്ന സമയത്ത് എഫിക്കസി കുറയുന്ന ഒരു സംഗതിയാണ് അക്രൈഫ്ലാവിൻ ആൻഡ് പ്രോഫ്ലാവിൻ എന്ന് പറയുന്നത്. ക്രോണിക് അൾസർ, വൂണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. അതുപോലെ ബാൻഡേജ് ഇംപ്രിഗ്നേറ്റഡ് വിത്ത് അക്രിഫ്ലാവിൻ ഈസ് യൂസ്ഡ് ഫോർ ബേൺ ഡ്രസ്സിങ്. ദെൻ ട്രിപ്പിൾ ഡൈ ലോഷൻ, ജെൻഷൻ വയലറ്റ്, ബ്രില്യൻ ഗ്രീന്, അക്രിഫ്ലാവിൻ, ഈ 3 ഡൈകളുടെ കോമ്പിനേഷനെയാണ് ട്രിപ്പിൾ ഡൈ ലോഷൻ എന്ന് പറയുന്നത്. അതും ഇതുപോലെ ബേൺ, അതുപോലെ അംബലിക്കൽ സ്റ്റെംസ് ഇൻ നിയോനാറ്റ്സ്, ചെറിയ കുട്ടികളിൽ പിന്നെ നമ്മൾ അംബലിക്കൽ കോഡ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റിസെപ്റ്റിക്കിലുള്ള കണ്ടന്റാണ് അക്രിഫ്ലാവിൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഫുറാൻ, നൈട്രോഫുറസോൺ എന്ന് പറയുന്നതാണ് ഒരു യൂറിനറി ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന, ഇൻഡസ്ട്രിയൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നൈട്രോഫുറസോൺ അല്ലെങ്കിൽ നൈട്രോഫുറസാൾ എന്ന് പറയുന്ന നൈട്രോഫുറാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള മെക്കാനിസം എന്ന് പറയുന്നത്. ബേൺ, സ്കിൻ ഗ്രാഫ്റ്റിംഗ്, അതുപോലെ തന്നെ സോളിബിൾ ഓയിൽമെന്റ്, പൗഡേഴ്സ്, ഇങ്ങനെയുള്ള കണ്ടീഷൻസിലൊക്കെയാണ് ഇത് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ pharmacology of antiseptics and disinfectants.